നമസ്കാരം. CMS ന്യൂസിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ CMSന് മിന്നും ജയം. പത്തനംതിട്ടയിൽ നടന്ന മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ CMS കോളേജിന് മിന്നുന്ന വിജയം. 24 കോളേജുകൾ പങ്കെടുത്ത കലോത്സവത്തിൽ CMS 4ാം സ്ഥാനം സ്വന്തമാക്കി. 2 വർഷത്തിനു ശേഷം നടന്ന കലോത്സവത്തിൽ വാശിയേറിയ മത്സരമാണ് അരങ്ങേറിയത്. പങ്കെടുത്ത എല്ലാ ഗ്രൂപ്പിനങ്ങളിലും CMS കോളേജ് സമ്മാനം നേടി. ഗ്രൂപ്പിനങ്ങളിൽ വെസ്റ്റേൺ സംഘഗാനത്തിനും നാടോടി നൃത്തത്തിനും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒപ്പനയ്ക്ക് 2ാം സ്ഥാനവും ഡഫ്മുട്ട്, സ്കിറ്റ്, മൈം എന്നിവയ്ക്ക് 3ാം സ്ഥാനവും കോളേജ് നേടി. വ്യക്തിഗത ഇനത്തിൽ അരവിന്ദ് എൽ മലയാള പ്രസംഗം, G കൃഷ്ണവേണി ഭരതനാട്യം, എട്ന ജോസഫ് ഹിന്ദി കവിതാരചന എന്നിവർ 1ാം സ്ഥാനവും, ഭദ്ര സന്ദീപ് വെസ്റ്റേൺ വോക്കൽ, എട്ന ജോസഫ് ഇംഗ്ലീഷ് ഉപന്യാസ രചന എന്നിവർ 2ാം സ്ഥാനവും, മാധവി S ചെറുകഥ 3ാം സ്ഥാനവും നേടി. ഉത്തരകിരൺ മോഹിനിയാട്ടം, അദിത് കൃഷ്ണ ഓട്ടം തുള്ളൽ, ഹിമാലിജി ഹിന്ദി കവിതാരചന, ഹരിത H അക്ഷര ശ്ലോകം എന്നിവർ A ഗ്രേഡും കരസ്ഥമാക്കി. അധ്യാപകരായ ഡോക്ടർ അജീഷ് KR, ഡോക്ടർ സുമി മേരി തോമസ്, കോളേജ് ചെയർമാൻ അജയ് S കൃഷ്ണ, ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് ടോം, ആർട്സ് ക്ലബ് സെക്രട്ടറി ആര്യ P എന്നിവർ നേതൃത്വം നൽകി. CMSൽ പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. CMS കോളേജിൽ നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ 2018-19 ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലാബിൽ 50ലധികം കമ്പ്യൂട്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കോളേജിയേറ്റ് എഡ്യൂക്കേഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മാത്യു ജോർജ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷ്വ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബ്ലസൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടി CMS കോളേജ് വിദ്യാർത്ഥികൾ. USA കെയ്ൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി വിഭാഗത്തിൽ PhD പ്രവേശനം നേടി CMS കോളേജ് വിദ്യാർത്ഥിനി അശ്വതി ജയചന്ദ്രനാണ് പ്രവേശനം ലഭിച്ചത്. 5 വർഷത്തേക്ക് പ്രതിവർഷം 25 ലക്ഷം രൂപ വാർഷിക സ്കോളർഷിപ്പും ട്യൂഷൻ ഫീസും അശ്വതിക്ക് ലഭിക്കും. ജർമ്മനിയിലെ ഫെഡറിക് അലക്സാണ്ടർ സർവകലാശാലയിൽ MSc മോളിക്കുലർ നാനോ സയൻസിൽ കെമിസ്ട്രി വിഭാഗത്തിലെ റീബ ജോസഫും, ഫെയർ യൂണിവേഴ്സിറ്റിയിൽ MScക്ക് അക്ഷയ് ടോം അജിയും പ്രവേശനം നേടി. അധ്യാപക രക്ഷകർതൃ സമിതിയുടെ പൊതുയോഗം നടന്നു. CMS കോളേജിലെ അധ്യാപക രക്ഷകർതൃ സമിതിയുടെ ജനറൽ ബോഡി യോഗം കോളേജിൽ വെച്ച് നടന്നു. വാർഷിക റിപ്പോർട്ടും 2022-23 വർഷത്തേക്കുള്ള PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷ്വ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റായും, ഡോക്ടർ ജെന്റിൽ വർഗീസ് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി, ഡോക്ടർ അരുൺകുമാർ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ട്രഷറർ, വൈസ് പ്രസിഡന്റായി പ്രിൻസ് D, ജോയിന്റ് സെക്രട്ടറി സഹിത രജിത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഡോക്ടർ റീനു ജേക്കബ്, റെവറൻഡ് ചെറിയാൻ തോമസ്, ജയകുമാർ VK, സ്വപ്ന, ചാൾസ് A ജോസഫ്, അരുൺ എബ്രഹാം ഡേവിഡ്, ബേസിൽ ജോർജ്, ടിയ മറിയം ജേക്കബ്, എൽസ ഡാനിയൽ, ഷവാസ് ഷെരീഫ്, ആൻ എബ്രഹാം, ഡെൽസി MJ എന്നിവർ ഭാരവാഹിത്യം ഏറ്റെടുത്തു. ഡയലക്ടോസിന്റെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിച്ചു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷ്വ പ്രഗത്ഭ വ്യക്തികളുമായി സംവദിക്കുന്ന ഡയലക്ടോസിന്റെ പുതിയ പതിപ്പ് കോളേജിന്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവനുമായാണ് അഭിമുഖം നടത്തിയത്. വ്യക്തിജീവിതം, ഔദ്യോഗിക പദവി, സാഹിത്യ പ്രവർത്തനങ്ങൾ, എഴുത്തനുഭവങ്ങൾ തുടങ്ങിയവ NS മാധവൻ അഭിമുഖത്തിൽ പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പളുമായി സംവദിക്കാൻ ഓൺ റിവ്യൂ. വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പളുമായി സംവദിക്കാൻ CMS കോളേജ് അവസരമൊരുക്കുന്നു. ഓൺ റിവ്യൂ എന്ന് പേരിട്ടിട്ടുള്ള അഭിമുഖ പരിപാടി കോളേജ് യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കും. ഏതു വിഷയത്തിലും പ്രിൻസിപ്പളുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. ആദ്യ അധ്യായത്തിൽ 2ാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി ശരത് ഗോപൻ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷിയുമായി സംവദിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ CMSന്റെ സ്ഥാനം, സാമൂഹ്യ മാധ്യമങ്ങൾ കൊറോണ കാലത്തിന് മുൻപും പിൻപും CMS കോളേജ് ഉപയോഗിക്കുന്ന വിധം, വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണം, അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാഠ്യേതര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദി അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് പുതിയൊരു തലമൊരുക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. CMSന്റെ പൈതൃക വൈവിധ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ലോർ ആൻഡ് മോർ. CMSന്റെ പൈതൃകത്തിലൂടെ ഒരു യാത്ര. ലോർ ആൻഡ് മോർ എന്ന പംക്തിയിലൂടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷ്വ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്നു. വിദ്യാർത്ഥികളായ റിഹിൻ സുലെ, രാജലക്ഷ്മി C, ഗൗതം കൃഷ്ണ, ദേവിക S നായർ,
ഹന്ന റേച്ചൽ മാത്യു എന്നിവർ പ്രിൻസിപ്പളുമായി സംവദിച്ചു. CMS കോളേജിന്റെ ചരിത്രപരമായ വൈവിധ്യത്തെക്കുറിച്ചും കോളേജ് സാക്ഷ്യം വഹിച്ച സാമൂഹിക സാംസ്കാരികപരമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ കോളേജിന്റെ വാസ്തുവിദ്യാപരമായ സവിശേഷതകളും കേരളത്തിലെ ആദ്യ അച്ചടിശാലയായ CMS പ്രസ്സിനെ പറ്റിയും കോളേജിന്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ആദ്യ അധ്യായത്തിൽ ചർച്ച ചെയ്തു. ലോർ ആൻഡ് മോറിന്റെ പൂർണ്ണരൂപം CMS യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കോട്ടയം ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ മരങ്ങളിൽ QR കോഡ് സ്ഥാപിച്ച് CMS കോളേജ്. CMS കോളേജ് നാഷണൽ സർവീസ് സ്കീം, ഭൂമിത്ര സേന ക്ലബ് എന്നിവ സംയുക്തമായി കോട്ടയം ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ വൃക്ഷങ്ങളിൽ QR കോഡ് സ്ഥാപിച്ചു. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ജയ്മോൾ ജോസഫ് കുരിശിങ്കൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C. ജോഷ്വ, സ്കൂൾ അധ്യാപികമാരായ സുനിത PB, ആശാലത B, PTA പ്രസിഡന്റ് ലിൻസി റജി, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അമൃത റീനു എബ്രഹാം, ഡോക്ടർ അജീഷ് KR, ഭൂമിത്രസേന ക്ലബിന്റെ ചുമതലയുള്ള ഡോക്ടർ റോജിമോൻ P. തോമസ്, ശ്രീകുമാർ KR, വിദ്യാർത്ഥികളായ മേഘ മെറിൻ റെജി, അമൽ J, മിശ്രിയ മുഹമ്മദ്, ആരോമൽ മഹേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. QR കോഡുകൾ വൃക്ഷങ്ങളുടെ സമ്പൂർണ്ണ വിവരം നൽകുന്ന കേരളത്തിലെ ആദ്യ LP സ്കൂളായി മാറിയിരിക്കുകയാണ് കോട്ടയത്തെ ഈ വിദ്യാലയം. കേരള സർക്കാരിന്റെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. വോളിബോൾ ടൂർണമെന്റിൽ CMSന് നേട്ടം. ബാംഗ്ലൂരിൽ നടന്ന അഖിലേന്ത്യാ സർവകലാശാല വോളിബോൾ മത്സരത്തിൽ CMSന് നേട്ടം. വെങ്കല മെഡൽ നേടിയ MG സർവകലാശാല ടീമിൽ CMS കോളേജ് വിദ്യാർത്ഥികളായ ജോർജ് ആന്റണി, സൗരഭ്, കാർത്തിക് R. നായർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ആകാശ നിരീക്ഷണത്തിന് അവസരമൊരുക്കി CMS. ആകാശത്ത് ദൃശ്യവിസ്മയമായി ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി ഗ്രഹങ്ങൾ നേർരേഖയിൽ കിഴക്കുതിച്ചുയർന്നു. ഒപ്പം ചന്ദ്രനും ചേർന്ന വിസ്മയ കാഴ്ചയ്ക്ക് CMS വേദിയായി. അനവധി വർഷങ്ങൾ കൂടുമ്പോൾ സംഭവിക്കുന്ന ഈ ദൃശ്യം കാണുവാൻ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ CMS കോളേജിൽ ഒത്തുകൂടി. CMS കോളേജ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുമായി ചേർന്നാണ് ആകാശ നിരീക്ഷണം നടത്തിയത്. ആകാശ നിരീക്ഷണത്തിനു ശേഷം നടന്ന പൊതുചടങ്ങിൽ CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C. ജോഷ്വ കോളേജിൽ പുതുതായി സജ്ജീകരിച്ച 6 ഇഞ്ച് വലുപ്പമുള്ള ടെലിസ്കോപ്പ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ക്ലാസിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ PN തങ്കച്ചൻ നേതൃത്വം നൽകി. ചടങ്ങിൽ CMS കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബ്ലെസൻ ജോർജ് എന്നിവർ സംസാരിച്ചു. പോസ്റ്റ് പ്രീമിയേഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ റൂട്ട്സ് ഓഫ് വള്ളുവനാട് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം CMS കോളേജ് 2ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിയായ ആദിത് കൃഷ്ണ സംവിധാനം ചെയ്ത ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന വള്ളുവനാടിന്റെ കഥ പറയുന്ന റൂട്ട്സ് ഓഫ് വള്ളുവനാട് എന്ന ഹ്രസ്വചിത്രത്തിന് പോസ്റ്റ് പ്രീമിയേഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗപ്രതിരോധവും ആരോഗ്യകരമായ ജീവിതശൈലി മാറ്റങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി CMS കോളേജ് ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് വിഭാഗവും കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തെള്ളകവും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി. കല്ലുങ്കത്രപ്പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C. ജോഷ്വ ഉദ്ഘാടനം ചെയ്തു. കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജീനു കാവിൽ, പഞ്ചായത്ത് മെമ്പർ രാധാകൃഷ്ണൻ നെല്ലിപ്പള്ളി, വകുപ്പ് മേധാവി രമ്യ പോൾ മുക്കത്ത്, കോർഡിനേറ്റർ രേണു K. എബ്രഹാം, വിദ്യാർത്ഥിനികളായ മാളവിക D, ഹരിത ഹരിദാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പരീക്ഷാ അറിയിപ്പ്. ബിരുദ വിദ്യാർത്ഥികളുടെ 3ാം സെമസ്റ്റർ പരീക്ഷ ഈ മാസം 4 മുതൽ 17 വരെ നടത്തുന്നു. NSSനെ നയിക്കാൻ പുതിയ അമരക്കാർ. 2022-23 അധ്യയന വർഷത്തെ CMS കോളേജ് NSS യൂണിറ്റ് ഭാരവാഹികളെ തീരുമാനിച്ചു. വോളണ്ടിയർ സെക്രട്ടറിമാരായി BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വിദ്യാർത്ഥി ശ്രീജിത്ത് രജിയും BA ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിദ്യാർത്ഥിനി അനഘ രാജീവും വോളണ്ടിയർ ലീഡേഴ്സ് ആയി BSc ഗണിതശാസ്ത്ര വിദ്യാർത്ഥി ബാലമുരളി കൃഷ്ണ NVയും BSc ജന്തുശാസ്ത്ര വിദ്യാർത്ഥിനി സംയുക്ത Sഉം തിരഞ്ഞെടുക്കപ്പെട്ടു. രോഗികൾക്ക് കൈത്താങ്ങായി CMS കോളേജ് NSS യൂണിറ്റ്. CMS കോളേജ് നാഷണൽ സർവീസ് സ്കീമും അഭയം ചാരിറ്റബിൾ ടെസ്റ്റും ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. ഓട്ടിസം ബോധവൽക്കരണ ദിനവുമായി ബന്ധപ്പെട്ട് വൈബ്രേഷൻസ് എന്ന പരിപാടി നടന്നു. റോട്ടറി ക്ലബ് ഓഫ് കോട്ടയം, CMS കോളേജ്,
NSS യൂണിറ്റ്, കോട്ടയം ബസേലിയസ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ ജുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വായിച്ചത് ഗായത്രി അനിൽകുമാർ. കൂടുതൽ വാർത്തകൾക്കായി CMS കോളേജ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.